ഹലോ അസ്സലാമു അലൈക്കും. ഷിൻസിസ് വ്ളോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നുണ്ടല്ലോ? അൽഹംദുലില്ലാ ഞങ്ങളും ഇവിടെ സുഖമായിരിക്കുന്നു കേട്ടോ. അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് നോമ്പ് തുറക്കുമ്പോൾ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പം നമുക്ക് സമൂസ ഷീറ്റ് വെച്ചിട്ട് നമുക്ക് ഈ ഒരു സ്നാക്സ് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പം മാവ് കുഴയ്ക്കാനും പരത്താനും ഒന്നും നിൽക്കാതെ തന്നെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ചിക്കൻ ബോക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ സമൂസ ഷീറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ഒരു റെസിപ്പി ഈ ഒരു സ്നാക്സ് തയ്യാറാക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു മസാല ഉണ്ടല്ലോ, അതിൻ്റെ ഫില്ലിങ്സ് ഭയങ്കര ജ്യൂസി ആയിട്ടുള്ള ഒരു ഫില്ലിങ്സ് ആണ് കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ഉണ്ടാക്കാനും വളരെ എളുപ്പമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ 2 സവോളയാണ് എടുത്തിട്ടുള്ളത്. 2 സവോള കനം കുറച്ചിട്ട് നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല കനം കുറച്ചിട്ട് അരിയുക. അതുപോലെ തന്നെ ഇതുപോലെ ഇങ്ങനെ ഒന്ന് കൈ വെച്ചിട്ട് ഞെരടി ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ അത് സെപ്പറേറ്റ് ആയിട്ട് വരും കേട്ടോ. 2 തണ്ട് കറിവേപ്പില നന്നായി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒരു തക്കാളി എടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു പച്ചമുളകും ഒരു കഷ്ണം ഇഞ്ചിയും എടുത്തിട്ടുണ്ട്. ഇതെല്ലാം പൊടി പൊടിയായിട്ടാണ് അരിഞ്ഞിട്ടുള്ളത് കേട്ടോ. പച്ചമുളക് ഒരെണ്ണം മതി കേട്ടോ. പിന്നെ കുറച്ച് ചിക്കൻ എടുത്തിട്ട് എല്ലില്ലാത്ത പീസാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അത് കുഞ്ഞു പീസാക്കിയിട്ടാട്ടോ എടുത്തിട്ടുള്ളത്. അത് കഴുകി മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് ഈ ഒരു മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം കേട്ടോ. അപ്പോൾ ഒരു പാന് വെച്ച് കൊടുത്തിട്ടുണ്ട്. 1.5 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നെയ്യ് ഉണ്ട്, ബട്ടർ നെയ്യൊക്കെ കയ്യിലുണ്ടെങ്കിൽ അത് വേണമെങ്കിലും ചേർക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ 3 വെളുത്തുള്ളി നല്ലോണം പൊടിയായിട്ട് അരിഞ്ഞിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ 3 എണ്ണമാണ് ഞാൻ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു ഫ്ലേവർ ഒത്തിരിയും കൂടെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെളുത്തുള്ളി ഇത്തിരിയും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. വെളുത്തുള്ളിയുടെ ആ ഒരു ഫ്ലേവർ അടിപൊളിയാണ് കേട്ടോ. നമുക്കിത് കഴിക്കുമ്പോൾ വെളുത്തുള്ളിയുടെയും ഒരു കുരുമുളകിൻ്റെയും ഒക്കെ ഒരു ഫ്ലേവറാണ് നമുക്ക് കിട്ടുക കേട്ടോ. അപ്പോൾ വെളുത്തുള്ളി ഒന്ന് ഇട്ട് കൊടുത്തിട്ട് അത് ജസ്റ്റ് ഒന്ന് മുപ്പിച്ചതിൻ്റെ ശേഷം നമുക്ക് കഴുകി മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു ചിക്കൻ പീസ് ഇട്ട് കൊടുക്കുക കേട്ടോ. അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആ ചിക്കനിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടിത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് കേട്ടോ അത് ചെയ്യുന്നത്. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായി ഇളക്കി കൊടുക്കുന്ന സമയത്ത് ഇതുപോലെ നമുക്ക് ചിക്കനിൽ നിന്നുള്ള വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വരുന്ന സമയത്ത് നമുക്കിത് ഒന്നും കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇപ്പം ഞാൻ മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇത് മൂടി വെച്ച് കുക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുകയും ചെയ്യണം കേട്ടോ. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തിട്ട് വീണ്ടും മൂടി വെക്കുക. അപ്പോൾ കുഞ്ഞു പീസായിട്ടുള്ള ചിക്കനാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ചിക്കനിൽ നിന്ന് ഇറങ്ങി വന്ന ആ ഒരു വെള്ളത്തിലൊക്കെ തന്നെ ആയിട്ട് നമ്മുടെ ഈ ഒരു ചിക്കൻ അടിപൊളിയായിട്ട് തന്നെ വെന്ത് കിട്ടും കേട്ടോ. ഇപ്പോൾ നമ്മുടെ ചിക്കൻ്റെ പീസൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ സ്പൂൺ വെച്ചിട്ട് തന്നെ അതുപോലെ ഒന്ന് കുത്തി കൊടുക്കുന്നുണ്ട്. നമുക്ക് ഒന്നും കൂടെ ഒന്നുകൊണ്ട് പൊടിഞ്ഞോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഒന്നും കൂടെ പൊടിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ അത് ഒന്ന് പൊടിച്ച് എന്താ പറയുക സ്പൂൺ വെച്ചിട്ട് ഒന്ന് ഉടച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പം ഞാൻ കുറച്ച് വലിയ പീസാക്കിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമുക്ക് അതൊന്ന് സൈഡിലേക്ക് മാറ്റി വെച്ചതിൻ്റെ ശേഷം ഒരു ഇത്തിരി ഓയിൽ നമ്മൾ സെൻറ്ററിലൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കറിവേപ്പിലയും അതുപോലെ തന്നെ സവോളയും കൂടിയിട്ട് ഇതിലിട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഈ സവോള ഒന്ന് നന്നായിട്ട് വഴന്ന് കിട്ടണം കേട്ടോ. അതുവരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കുക. അപ്പോൾ നമ്മൾ ചിക്കനിലേക്ക് ഉപ്പ് ചേർത്തിട്ടുണ്ട്. അതിൻ്റെ പേരിൽ തന്നെ നമുക്ക് സവോളയിലേക്ക് 2 നുള്ളി ഉപ്പ് ചേർത്താൽ മതി. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. അത് കണ്ടോ നന്നായിട്ട് സവോളൊക്കെ വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ. ആ സമയം നമ്മൾ പൊടിയായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുള്ള പച്ചമുളകും അതുപോലെ ഇഞ്ചിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. അതിന് ശേഷം നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തക്കാളി ചേർത്ത് കൊടുക്കുകയാണ്. ഒത്തിരി വലിയ പീസാക്കി തക്കാളി കട്ട് ചെയ്യേണ്ട. അതുപോലെ തന്നെ നല്ലോണം പഴുത്തതാണെങ്കിൽ നന്നായി ഇരുന്നു കേട്ടോ. കാരണം പെട്ടെന്ന് ഉടഞ്ഞു കിട്ടും. ഇപ്പോൾ തക്കാളിയൊക്കെ നന്നായി ഉടഞ്ഞു വന്ന് സെറ്റായിട്ടുണ്ട് കേട്ടോ. ആ സമയം നമുക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ ഗരം മസാലയും ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. പൊടിയുടെ ഒരു പച്ച മണമൊക്കെ ഒന്ന് മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ശേഷം നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ സോസ് ചേർത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതിൽ വേറെ കൂടുതൽ പൊടികളൊന്നും ചേർക്കണില്ല കേട്ടോ. അതാണ് ഇതിൻ്റെ ടേസ്റ്റ്, ഒരു വെറൈറ്റി ആയിട്ടുള്ള ടേസ്റ്റ് ആയിട്ട് ഉണ്ടാവുക. ലാസ്റ്റ് നമുക്ക് ഇത്തിരി മല്ലിയില ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ടൊമാറ്റോ സോസ് ചേർത്തിട്ടുണ്ട്. കയ്യിലില്ല എന്നുണ്ടെങ്കിൽ ഒരു തക്കാളിയുടെ പകുതി എടുത്തിട്ട് ഒന്ന് മിക്സിയിൽ നന്നായിട്ട് അടിച്ചിട്ട് ആ ഒരു പൾപ്പ് ചേർത്താലും മതി കേട്ടോ. അതും അടിപൊളി തന്നെയാണ് കേട്ടോ ടേസ്റ്റ്. അപ്പോൾ കുറച്ചും കൂടെ ഒന്നിട്ട് ഇങ്ങനെ ഇളക്കിയിട്ട് ഒന്ന് വറ്റിച്ച് ഇതുപോലെ ആക്കി എടുക്കണം കേട്ടോ. ഇനി ഇത് ചൂടാറട്ടെ കേട്ടോ.
ഇപ്പം നമ്മുടെ മസാല ഇതാ നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. ഇത് ചൂടാറിയാലും ഡ്രൈ ആയിട്ടല്ല ഉണ്ടാവുക കേട്ടോ. നമുക്ക് ഈ ഒരു മസാല ഒരു ജ്യൂസി ആയിട്ടാണ് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ ഒരു ഇത്തിരി മൈദ ഞാനൊന്ന് പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അപ്പോൾ ആദ്യം ഒരു സമൂസ ഷീറ്റ് ഇതാ ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ സെൻറ്ററിൽ ഇത്തിരി മൈദ പേസ്റ്റ് ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമുക്ക് വേറൊരു ഷീറ്റും കൂടെ അതിൻ്റെ മുകളിൽ വെക്കണം. അപ്പം അതൊന്ന് വിട്ട് പോരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ഫില്ലിങ്സൊക്കെ എണ്ണയിൽ തട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എണ്ണയിൽ വല്ലാണ്ട് തട്ട് അല്ലെങ്കിൽ പുറത്തേക്ക് വരികയൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് എണ്ണ നല്ലോണം കുടിക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ വേറൊരു ഷീറ്റ് എടുത്തിട്ട് ഇതാ ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ സെൻറ്ററിൽ നമുക്ക് നമ്മുടെ ഫില്ലിങ്സ് വെച്ച് കൊടുക്കുക കേട്ടോ. നമ്മുടെ ഒരു മസാല ഉണ്ടല്ലോ, അപ്പോൾ അത് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ മൊസറല്ല ചീസ് ഉണ്ടെങ്കിൽ ഒരു ഇത്തിരി ഇതിൻ്റെ മുകളിൽ ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ സൂപ്പർ ആയിരിക്കും കേട്ടോ അത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ചീസ് ഒന്നും ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ. അപ്പോൾ ചീസ് ഇട്ട് കൊടുത്ത് ചെയ്യുമ്പോഴും നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. അതില്ലാന്ന് വെച്ചിട്ട് ടേസ്റ്റിന് കുറവൊന്നുമില്ല കേട്ടോ. അപ്പോൾ എന്നിട്ട് നമുക്ക് ഇതൊന്ന് മടക്കി എടുക്കണം. അപ്പോൾ അതിന് ഞാനിതാ ഇത്തിരി മൈദ പേസ്റ്റ് ആക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതാ ആ ഒരു ഭാഗത്തുനിന്ന് ഇതാ ഒന്ന് ഇങ്ങോട്ട് മടക്കി കൊടുത്തിട്ടുണ്ട്. മടക്കി കൊടുക്കുന്ന സമയത്ത് ആ അറ്റുണ്ടല്ലോ അത് ജസ്റ്റ് ഒന്ന് നമുക്ക് ഷീറ്റിലൊന്ന് വിരൽ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് നമുക്കിതാ മറു സൈഡിലത്തെ എടുത്തിട്ട് വെച്ച് കൊടുക്കുകയാണ്. അപ്പം അതിൻ്റെ ചുറ്റും ഒന്ന് വിരലുകൊണ്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ബാക്കി രണ്ട് സൈഡും കൂടി ഇതുപോലെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരു ബോക്സ് പോലെ നമുക്ക് ഇതായിട്ട് കിട്ടും. ആ രീതിക്ക് വേണം അത് മടക്കിയെടുക്കാൻ കേട്ടോ. അപ്പോൾ അതാ ഞാൻ ആദ്യത്തെ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും കൂടെ ചെയ്തെടുക്കണം. അപ്പോൾ അതാ വീണ്ടും ഞാനിതാ ഒരു ഷീറ്റ് വെച്ചു, അതിൻ്റെ ക്രോസ് ആക്കിയിട്ട് വേറെ എണ്ണം വെച്ചു. പിന്നെ അതാ ഫില്ലിങ്സ് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതാ നമുക്ക് രണ്ട് സൈഡിൽ നിന്നും ആക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയിട്ട് വേണം ഇത് മടക്കിയെടുക്കാൻ. കണ്ടോ ഇതുപോലെ ബോക്സ് ആയിട്ട് വരും കണ്ടോ. അപ്പം ഇനി ഞാൻ ബാക്കിയുള്ളത് മുഴുവനും ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കട്ടെ കേട്ടോ. നമ്മുടെ ഫില്ലിങ്സിന് എത്ര ഷീറ്റ് വേണം അതിനനുസരിച്ചിട്ട് ആണ് ഞാൻ ചെയ്യണത് കേട്ടോ. അപ്പം ഇതാ ഞാൻ നമ്മുടെ മസാല ഒക്കെ വെച്ചിട്ടുള്ള ബോക്സ് റെഡി ആക്കിയിട്ടുണ്ട്. അപ്പം ഇനി നമുക്കിത് ഫ്രൈ ചെയ്ത് എടുക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു പാനിൽ ഇതാ ഇത്തിരി എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ചെറിയ പാന് വെച്ച് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് എണ്ണയുടെ അളവ് കുറച്ച് മതി. കുറച്ച് വലിയതാവുമ്പോൾ പരന്നതാവുമ്പോൾ ഇത്തിരിയും കൂടെ എണ്ണ വേണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെറിയത് വെച്ച് കൊടുത്തിട്ടുള്ളത് കേട്ടോ. നിങ്ങൾക്ക് കുറച്ച് വലുതൊക്കെ വെച്ച് ഇത്തിരി കൂടുതൽ എണ്ണയൊക്കെ വെച്ചിട്ട് അതിൽ ഫ്രൈ ചെയ്തെടുക്കുകയൊക്കെ ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. അപ്പം ഞാൻ കുറച്ച് എണ്ണ വെച്ചിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചെറിയത് വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അങ്ങനെ നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്ക് രണ്ട് ഭാഗവും ഇട്ടിട്ട് ഫ്രൈ ചെയ്തിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ ഞാൻ ഇതൊന്ന് മൊരിപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബാക്കി മുഴുവനും ഫ്രൈ ചെയ്യട്ടെ. അപ്പോൾ അതാ നമ്മുടെ ബോക്സ് റെഡി ആയിട്ടുണ്ട്, ചിക്കൻ ബോക്സ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടും അതുപോലെ തന്നെ വളരെ എളുപ്പമായിട്ടും ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നോമ്പ് തുറക്കുമ്പോൾ നിങ്ങൾ സ്നാക്സ് ഉണ്ടാക്കുന്ന സമയത്ത് ചിക്കനൊക്കെ വെച്ച് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് തരണം കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോസ് കാണുന്ന പുതിയതായിട്ടുള്ള കൂട്ടുകാർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ലൈക്ക് അടിക്കാൻ വേണ്ടിയിട്ട് മറന്നു പോവല്ലേ കേട്ടോ. അപ്പം ഞാനിത് നമ്മുടെ ഈ ഒരു ചിക്കൻ ബോക്സ് ഞാനതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. കണ്ടതിൻ്റെ ഉൾഭാഗത്ത് നമ്മൾ സാധാരണ മസാല ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് തിക്കായ പോലെ ഉണ്ടാവുമല്ലോ, ഇതങ്ങനെയല്ല കേട്ടോ. അത് കഴിക്കുമ്പോഴാണ് അതിൻ്റെ അത് മനസ്സിലാവുക നിങ്ങൾക്ക് കേട്ടോ. ഇങ്ങനെ കട്ട് ചെയ്ത് കാണിച്ചു തരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല. അപ്പോൾ കണ്ടല്ലോ നല്ല ജ്യൂസി ആയിട്ടാണ് കേട്ടോ അതിൻ്റെ ഉൾഭാഗം ഉണ്ടാവുക. നമുക്ക് ആ ഒരു സോസ് ചേർത്തുണ്ടല്ലോ. അപ്പോൾ സോസ് കയ്യിലില്ലെങ്കിൽ നിങ്ങളൊരു തക്കാളിയുടെ പകുതി ഒന്ന് മിക്സിയിൽ അടിച്ചിട്ട് ചേർക്കണം കേട്ടോ. അപ്പോഴാണ് നിങ്ങൾക്ക് ആ ഒരു ടേസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ നമ്മുടെ വീഡിയോസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് മറന്നു പോവല്ലേ കേട്ടോ. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.